മെഡിക്കൽ കോളേജിൽ രോഗിക്ക് ചികിത്സ കിട്ടിയില്ലെന്ന് ഗുരുതര ആരോപണം. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണം അനാസ്ഥ കൊണ്ടെന്ന് ബന്ധുക്കൾ. തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന അതിന്റെ തെളിവെന്ന് പ്രതിപക്ഷ നേതാവ്. മലപ്പുറത്ത് മതാധിപത്യം എന്ന വർഗീയ പരാമർശവുമായി വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം താൽപര്യങ്ങൾക്കനുസരിച്ച് മലപ്പുറത്ത് ജീവിക്കാനാകൂ. PM ശ്രീ തർക്കങ്ങൾ LDF-നെ ക്ഷീണിപ്പിച്ചു. പിണറായി ഇല്ലെങ്കിൽ LDF 6 നിലയിൽ പൊട്ടുമെന്നും വെള്ളാപ്പള്ളി. PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കും. TK ദേവകുമാർ പുതിയ അധ്യക്ഷനായേക്കും. അന്തിമ തീരുമാനം നാളത്തെ CPM സെക്രട്ടേറിയറ്റിൽ. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ K വാസുവിനെ അറസ്റ്റ് ചെയ്തേക്കും. P പത്മകുമാറും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക്. ബീഹാറിൽ 1ാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. ഉച്ചവരെ 34% പേർ വോട്ട് രേഖപ്പെടുത്തി. ഭരണ തുടർച്ച ഉറപ്പെന്ന് നിതീഷ് കുമാർ. ബീഹാർ മാറ്റത്തിന് തയ്യാറെന്ന് ലാലു പ്രസാദ് യാദവ്. ട്രെയിനിൽ പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. കൂടുതൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തും. പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പ്രതീക്ഷിച്ച ഉണർവ് ഉണ്ടായിട്ടില്ല എന്ന് ഡോക്ടർമാർ. ഓസ്ട്രേലിയക്കെതിരായ 4ാം T20 അല്പസമയത്തിനകം 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ലീഡ് എടുക്കാൻ ഇന്ത്യ. भारत में क्रिकेट एक खेल नहीं है, एक प्रकार से भारत के लोगों की जिंदगी बन गया है. क्रिकेट में अच्छा होता है तो भारत अच्छा फील करता है. ലോകകപ്പ് ജേതാക്കളുമായി സംസാരിച്ചു പ്രധാനമന്ത്രി. തിരുവനന്തപുരത്തെ CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. SP ദീപക്കോ RP ശിവജിയോ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും. കോർപ്പറേഷനിലെ BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കും. പാലക്കാട് നഗരസഭയിൽ ഇത്തവണ പോര് കടുക്കും. ആഭ്യന്തര തർക്കങ്ങൾ BJP-ക്ക് വെല്ലുവിളി. വാർത്തകളിലേക്ക് വിശദമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ വീണ്ടും. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉയർന്നത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് എത്തിയ തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വേണു സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദരേഖ പുറത്തുവന്നു. അൻവർ ഇവിടെ ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലയോ?
എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് അൻവർ സാദ ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാദ. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയ ഇല്ല, ഐഡിയ ഇല്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അൻവർ സാദിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. മെഡിക്കൽ കോളേജിനെതിരെ കുടുംബാംഗങ്ങളും രംഗത്ത് വന്നു. ചോദിച്ചപ്പോഴും ഒരു ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറിന്റെ അനാസ് തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യന്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ അനിയൻ മരിക്കാൻ ആശുപത്രി എന്താ കുറ്റപാടും കൊണ്ട് ഈ കൈക്കൂലിയുടെ കൂടുതലും കൊണ്ടാണ്. അവര് കൈക്കൂലി ചോദിച്ചിട്ടാണ് എന്റെ അനിയനെ ചികിത്സ കൊടുക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ മെഡിക്കൽ കോളേജ് നിഷേധിച്ചു. നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളാണെന്നും പരമാവധി ചികിത്സ ഉറപ്പാക്കിയിരുന്നതായും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നവരുടെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട്. അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത്. അതെല്ലാം വെരി മച്ച് ദെയർ ഇൻ ദ കേസ് ഷീറ്റ്. അല്ല, പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത്. ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന് 24 hours കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ആണെന്ന് കാർഡിയോളജി ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത്. കാർഡിയോളജി പ്രൊഫസർമാരാ തീരുമാനിക്കുന്നത്. ഇല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധപ്പെട്ടിട്ടുമില്ല. മീൻവൈൽ പുറത്തുനിന്ന് ആരൊക്കെ ഈ പേഷ്യന്റിനെ പറ്റി പേഷ്യന്റ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരൊക്കെ അന്വേഷിച്ചത് പ്രകാരം PRO ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യന്റ് കാര്യത്തിൽ മീൻസ് ചികിത്സ കിട്ടുന്നുണ്ടെന്ന് പോയി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, മരണമൊഴി ആയി തന്നെ എടുക്കാവുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം പുറത്തുവരിക, ആ ശബ്ദ സന്ദേശം അല്ലെങ്കിൽ അത് പറഞ്ഞ വേണു ജീവിച്ചിരിപ്പുമില്ല, വളരെ കൃത്യമായ രീതിയിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ എന്നുള്ള കാര്യം സുവ്യക്തമാകുന്നു. മാത്രമല്ല ഇത് ആദ്യമായിട്ടല്ല, എത്രയോ പരാതികൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോഴും ഇത് പരിപൂർണമായിട്ട് നിഷേധിക്കുന്നു, ഇതിൽ കൈമലർത്തുന്നു അധികൃതർ. ഇത് ഏത് തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കടക്കുന്നുവെന്നാണ്? തീർച്ചയായും അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭവം വളരെ ഗൗരവമാണ്. നമുക്ക് ആ രോഗിയുടെ ശബ്ദ സന്ദേശം തന്നെ ഹൃദയഭേദകമാണ്. കാരണം 5 ദിവസമായി ചികിത്സ ലഭ്യമാകുന്നില്ല. നിരവധി തവണ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർമാരോട് പറയുന്നു, നഴ്സുമാരോട് പറയുന്നു തന്നെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ലിസ്റ്റെല്ലാം കാണിക്കുന്നു. പക്ഷേ എന്നാലും അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് നീങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ ഹൃദയഭേദകമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കത് കേട്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വേണുവിന് മരണം സംഭവിച്ചത്. പന്മന സ്വദേശിയാണ്, കൊല്ലം പന്മന സ്വദേശി. അയാളൊരു ഓട്ടോ ഡ്രൈവറാണ്. സാധാരണ നിലയിലുള്ള വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ നെഞ്ചുവേദനയെ തുടർന്നാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അയാളെ പ്രവേശിപ്പിക്കുന്നത്. തുടർന്നാണ്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ഡോക്ടർമാർ വിദഗ്ധ ചികിത്സ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിലെത്തിയിട്ട് ഇയാൾക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നു. നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമായില്ല. അതുപോലെ തന്നെ ഡോക്ടർമാർ വന്ന് ചികിത്സിച്ച ഡോക്ടർമാർ കുറിച്ചു നൽകിയ മരുന്നുകൾ പോലും അവിടെ നിന്നും ലഭ്യമായില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അപർണ മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരിക്കും അപർണ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മരണമൊഴിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഈ കുടുംബം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരാതി നൽകിയിരിക്കുന്നു. മൃതശരീരം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ബന്ധുക്കളെല്ലാം തന്നെ എത്തുന്നൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുള്ള വലിയ സമരങ്ങൾക്കെല്ലാം ഇത് വലിയ രീതിയിലുള്ള വേദിയായി മാറുന്നു എന്നുള്ളതാണ് അപർണ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകുന്നത്. വലിയ വിവാദമായി വിഷയം മാറുന്ന സാഹചര്യം. അതേസമയം പരിപൂർണ ഉത്തരവാദിത്തമില്ലായ്മ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു. ചികിത്സ കിട്ടാതെ മരിച്ച വേണു ആരോഗ്യ കേരളം വെന്റിലേറ്ററായതിന്റെ ഇരയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നും ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. മലപ്പുറത്തെക്കുറിച്ച് വീണ്ടും വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം വിഭാഗത്തിന്റെ മത താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റു മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ. മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ചായക്കട പോലും തുറക്കാൻ അനുവദിക്കില്ല. പലരും ഭയന്നിട്ടാണ് പറയാത്തതെന്നും ഇതൊന്നും പറയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും തന്റെ ഇടമില്ല എന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. മലപ്പുറം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും വെള്ളാപ്പള്ളി ന്യൂസ് 8-നോട് പറഞ്ഞു. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനുഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാനും ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തൻ്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ളവർ കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷേ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുമ്പോൾ ഒരാൾ ചായക്കട തോന്നിരിക്കാൻ ബന്ധുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ? മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിൽ ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് ചോദിക്കണം. ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവുമാണെന്നും UDF വന്നാൽ കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോഴേ വിഴുങ്ങിയിരിക്കുകയല്ലേ. കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ടല്ലേ ഇപ്പോഴും ചേർക്കുന്നത്. ഇത്തരം ഗതികെട്ടൊരു അവസ്ഥ കോൺഗ്രസിന് ഇന്ന് കേരളത്തിലുള്ളത് പോലെ വേറെ ആർക്കുണ്ട്? ഏത് കാര്യം പറയണമെങ്കിലും മിണ്ടണമെങ്കിലും ലീഗിനോട് ചോദിക്കണ്ടേ? കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ ലീഗിൻ്റെ അനുവാദം വേണ്ടേ? ലീഗിൻ്റെ ദാർഢ്യം തന്നെ നോക്കുക. ഒരു വർത്തമാനത്തിൻ്റെ ദാർഢ്യം. ഒരു കേരളം 2 ടേം ഭരിച്ചു, 3ാമത്തെ ടേം ഭരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ പറ്റി പറയണത് എന്താണ്? ആണും പെണ്ണും കെട്ടണമെന്ന്. ഇങ്ങനെയൊക്കെയാണ് പറയണത്. ആരാണ് അവർ? പ്രധാനപ്പെട്ട ആളുകൾ. അവന് വേറുള്ള പ്രധാനപ്പെട്ട വലിയ ദിവ്യന്മാരായ ഈ ലീഗിലെ നേതാക്കന്മാർ ഭരണം ഇല്ലാഞ്ഞിട്ട് പോലും ഇവിടെ പറയുന്നതും ദുബായ് ചെന്ന് പറയുന്നത് എന്താണ്? 9.5 കൊല്ലം ഞങ്ങൾ പുറത്തു നിന്നു, ഇനി വരന്ന് കയറണം, മാത്രമല്ല 9.5 കൊല്ലം കൊണ്ട് പോയി മുഴുവൻ ഞങ്ങൾ പിടിച്ചിട്ട് എടുക്കും എന്ന് പറയുമ്പോൾ അവരുടെ ദാർഢ്യത്തിൻ്റെ സ്വരം. ഇപ്പോൾ ഭരണമില്ലാത്തപ്പോൾ ഇതാണ് പറയണമെങ്കിൽ ഭരണത്തിൽ വന്നാൽ നമ്മളൊക്കെ എവിടെ പോയിട്ട് വരും? കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും ഇവിടെയൊക്കെ ഭരണം വന്നാൽ. മുസ്ലിം ലീഗിൻ്റെ അഹങ്കാരവും ദാർഢ്യവും എന്തുമാത്രം കടന്നുപോയി. PM ശ്രീയിൽ CPM CPIയോട് ചെയ്തത് ശരിയല്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തർക്കങ്ങൾ LDFനെ ക്ഷീണിപ്പിച്ചു. സൂക്ഷ്മത പാലിച്ചിരുന്നെങ്കിൽ MV ഗോവിന്ദന് ഏത്തമിടേണ്ടി വരില്ലായിരുന്നു. കിട്ടിയ അവസരം CPI മുതലാക്കി. ആദർശത്തെ മുറുകെ പിടിച്ചാൽ ആദർശം മാത്രമേ ജയിക്കൂവെന്നും രാജ്യം തോൽക്കുമെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി ചില അടവ് നയങ്ങൾ വേണ്ടിവരുമെന്നും ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചു. പരസ്യമായൊരു പ്രസ്താവന ഇല്ലാതെ അവരുടെ അകത്ത് തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ടതായിരുന്നു. പക്ഷേ ചെയ്തത് ശരിയായില്ല. കാരണം ഒരു ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു വിദ്യാഭ്യാസ നയത്തിനുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് വെക്കാൻ തീരുമാനിക്കുമ്പോൾ ഘടകകക്ഷികളുമായിട്ട് CPI മാത്രമല്ല ഘടകകക്ഷികളുമായിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു.
ആ ചെയ്ത് തെറ്റായി പോയി, അങ്ങനെ വേണ്ടതായിരുന്നു ആ തെറ്റ് സ്വയം ഏറ്റെടുത്ത് മിസ് ഗോവിന്ദൻ മാസ്റ്റർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഏത്തേടേണ്ട കാര്യം ഇപ്പോൾ ഇല്ലായിരുന്നു. കുറച്ചുകൂടെ സൂക്ഷ്മത അതിനകത്ത് പാലിച്ചിരുന്നുവെങ്കിൽ എതിരാളികൾക്ക് ഇങ്ങനെ ഒരു വടി കൊടുത്ത് അടിമേടിക്കാനുള്ള അവസരം ഇല്ലാതാക്കാമായിരുന്നു. അവർക്ക് കിട്ടിയ അവസരം മുതലെടുത്തു എന്നുള്ളതാണ് നേരെ. നിലപാട് ശരിയായതുകൊണ്ടല്ല. നിലപാട് അല്ല, ശരിയാണോ തെറ്റോ എന്ന് നമുക്ക് ഇപ്പോൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചിരിക്കുകയല്ലേ. കമ്മിറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. പക്ഷേ ഇച്ചിരി കടന്നുപോയി. ശത്രുക്കൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തിന് കോട്ടം തട്ടാവുന്ന രീതിയിലും അതിന് ക്ഷീണം വരാവുന്ന രീതിയിലും മറ്റ് ശത്രുക്കൾക്ക് മുതലെടുക്കാവുന്ന രീതിയിൽ അതിനെ ഒരുപാട് വ്യാഖ്യാനിച്ച് കൊണ്ടുക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. ഒരു പരസ്യ പ്രസ്താവന എടുത്തത് അവരുടെ വേദികളിൽ അവരുടെ കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മന്ത്രിയാണെങ്കിലും അവരെല്ലാം തന്നെ വളരെ ഇതിൻ്റെ പ്രതിഷേധം പരസ്യമായിട്ടല്ല പറയേണ്ടത്. അവരുടെ വേദിയുണ്ട്. LDFിൻ്റെ യോഗത്തിൽ പറയാം, അതുകൊണ്ട് അവരുടെ മന്ത്രിസഭാ യോഗം കൊണ്ടുപോയി പറയാം. പരസ്യമായി ഒരുപാട് വിവാദങ്ങൾ ശക്തമായി പറഞ്ഞപ്പോൾ അത് ക്ഷീണം വരുന്നത് മൊത്തം LDF ഭരണത്തെയാണ്. കോടാനുകോടി രൂപ ഇവിടെ കിട്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നയരൂപീകരണം വേണമെന്ന് പറയുമ്പോൾ ചില അടവ് നയമൊക്കെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്ക്. അതിൻ്റെ ആദർശത്തെ മാത്രം മുറുകെ പിടിച്ചു നിന്നാൽ നമ്മൾ ആദർശം ജയിക്കുമായിരിക്കും, രാജ്യം തോക്കും. അത് തോക്കാതിരിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേരെ ഇപ്പോൾ കാട്ടിക്കയറ്റി നിർത്തിയിരിക്കുകയാണ്. ആ കാട്ടിക്കയറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ ചർച്ച വേണ്ട, നാട്ടിക്കയറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ സുതാര്യമായ ചർച്ച ഇതെന്താണ് ഏതാണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത്ര അറിയില്ല. ഇങ്ങനെ ചില ഇംഗ്ലീഷിൻ്റെ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഏതാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തത ജനങ്ങളിൽ വരുത്തിക്കൊണ്ടുള്ള ചർച്ചയും സംവാദവും നടത്തിക്കൊണ്ട് അത് സുതാര്യമായ രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കട്ടെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി ഇല്ലെങ്കിൽ LDF 6 നിലയിൽ പൊട്ടുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പിണറായിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. 1ാം പിണറായി സർക്കാരാണ് മികച്ചത്. മന്ത്രിമാർക്ക് ഭരണപരിചയമില്ലാത്തതും സാമ്പത്തിക പ്രതിസന്ധിയും 2ാം പിണറായി സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിച്ചതായി വെള്ളാപ്പള്ളി പ്രതികരിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഉണ്ടാകണം. വേറെ ആരും മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിലൂടെ ഭൂരിപക്ഷം 3ാമതും കിട്ടി. പിണറായി അല്ലാതെ വേറെ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഇവർ കൊണ്ടുവരാൻ പോയാൽ 6 നില പൊട്ടിത്തെറിക്കും ഇടതുപക്ഷം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ പരാജയം ഉണ്ടാവും. ഉറപ്പല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ കേരളത്തിൽ വന്നപ്പോൾ, പാർട്ടി നേതൃത്വത്തിൽ വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന സ്ഥിതി എന്താണ്? ഇവിടെ പാർട്ടി പരസ്പരം പോരടിച്ച് ഇങ്ങനെ തമ്മിൽ തല്ലുന്ന അവസരത്തിൽ ഇതെല്ലാം തന്നെ ഒത്തുകൂട്ടി ഇവിടെ സംഘടനാപരമായി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നേതൃപാഠവും കാണിച്ച ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹം. ആ മഹൽ വ്യക്തിയുടെ പ്രാഗൽഭ്യം കൊണ്ടാണ് ഇന്നും ഈ പാർട്ടി തളരാതെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ പിണറായി എന്ന ഒരു വ്യക്തികളുടെ നയപരമായ തീരുമാനങ്ങളും അടിസ്ഥാനത്തിലാണ്. 2ാമത്തേതിനേക്കാൾ മെച്ചമായിരുന്നു 1ാമത്തേത് എന്ന് പറയാതിരിക്കാനാണ്. പിന്നെ 1ാമത്തെ ഭരണകാലത്തിരുന്ന മന്ത്രിമാരെല്ലാം തന്നെ വളരെ പ്രഗത്ഭന്മാരായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ പ്രഗത്ഭന്മാരും പരിചയസമ്പന്നമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PS പ്രശാന്തിനെ മാറ്റും. സ്വർണ്ണമോഷണ കേസിലെ കോടതി പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ ഭരണസമിതിക്ക് കാലാവധി ദീർഘിപ്പിച്ചു നൽകേണ്ട എന്നാണ് ധാരണ. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മുൻ MP A സമ്പത്ത്, NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാർ തുടങ്ങിയ പേരുകളും ചർച്ചകളുണ്ട്. നാളെ CPM സെക്രട്ടേറിയറ്റ് യോഗം പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും. PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് ഒരു ടൈം കൂടി നൽകാൻ നേരത്തെ CPM ആലോചിച്ചിരുന്നു. മികച്ച രീതിയിൽ ദേവസ്വം ബോർഡ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രശാന്തിന് കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് CPM-നുണ്ടായത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഈ തീരുമാനത്തിൽ നിന്ന് CPM-നെ പൂർണ്ണമായും മാറ്റി എന്ന് വേണം കരുതാൻ. അതിനുശേഷം നേരത്തെ ഒരു ഓർഡിനൻസ് ഇറക്കി ബോർഡിന്റെ കാലാവധി ജൂൺ മുതൽ ജൂൺ വരെ എന്ന നിലയിലേക്ക് 6 മാസത്തേക്കെങ്കിലും ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാനായിരുന്നു CPM ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ അത്തരം ആലോചനയില്ല. നേരത്തെ തന്നെ പുതിയ ഭരണസമിതി വരട്ടെ തീരുമാനം CPM സ്വീകരിച്ചിരുന്നു. CPI പുതിയ ഭരണസമിതിയാണ്
നല്ലതെന്ന് CPI നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെയാണ് CPI തങ്ങളുടെ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണൻ, CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ അംഗം കൂടിയ വിളപ്പിൽ രാധാകൃഷ്ണനെ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചത്. CPM പുതിയ ആളുകളെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ തന്നെ അംഗങ്ങൾ CPMന്റെ പരിഗണനയിലുണ്ടായിരുന്നു. NSSുമായി ഉള്ള ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ NSSന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ M. സംഗീത് കുമാറിനെ, തിരുവനന്തപുരത്തുള്ള M. സംഗീത് കുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ CPM ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. പക്ഷേ അത് അനുകൂല പ്രതികരണം NSSന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും സംഗീത് കുമാർ എന്ന പേര് CPM ഉപേക്ഷിച്ചു. മാത്രമല്ല CPIയുടെ പ്രതിനിധി നായർ സമുദായത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തോ ആലപ്പുഴയുള്ള ഒരു ഈഴവ സമുദായത്തിലുള്ള നേതാവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് CPM ആലോചിച്ചത്. സമ്പത്ത്, മുൻ MP കൂടിയ സമ്പത്തിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. ഇപ്പോൾ TK ദേവകുമാറിനെ, ഹരിപ്പാട് മുൻ MLA കൂടിയായ ആലപ്പുഴയിൽ നിന്ന് TK ദേവകുമാറിനെ പ്രസിഡന്റ് ആക്കാനാണ് CPM ആലോചിക്കുന്നത്. നാളത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ധാരണയാകും. 13-ാം തീയതിക്കകം പുതിയ പേര് പ്രഖ്യാപിക്കും. ഓർഡിനൻസ് നീക്കത്തിനെതിരെ പ്രതിപക്ഷം അടക്കമുള്ളവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് ഓർഡിനൻസ് ഉണ്ടാകില്ല. പകരം പുതിയ ഭരണസമിതി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ചുമതല ഏൽക്കും. 14-ാം തീയതി ചുമതലയേൽക്കും. അത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നീക്കം. നിലവിലെ ബോർഡിനെ അതേപടി നിലനിർത്തിയ കോടതിയിൽ നടക്കം വിമർശനം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും CPMനുണ്ടായി. അതിന്റെ ഭാഗമായാണ് പുതിയ ആളുകൾ തന്നെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരട്ടെ തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേരാനുള്ള പ്രധാന കാരണം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതീവ രഹസ്യമായാണ് അന്വേഷണം തുടരുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസുമായി ബന്ധപ്പെട്ട് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ A. പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനായി വൈകാതെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി പത്തനംതിട്ട കോടതിയിൽ SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ 3-ാം പ്രതിയായി കൃത്യമായി എടുത്തു പറഞ്ഞിരുന്ന 2019 ദേവസ്വം കമ്മീഷണർ N. വാസുവിനെയും ഒരുപക്ഷെ കടുത്ത നീക്കങ്ങളുടെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടന്നേക്കാം. വരുന്ന 10-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മണ്ഡലകാലം തുടങ്ങാൻ ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന അടക്കമുള്ള നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് വിവരം. ഈ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് N. വാസു കൃത്യമായി അതിന്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ വാസുവിന്റെ അറിവോടെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിനായി വീണ്ടും N. വാസുവിനെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാകും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷണം തീരാൻ ഇനി 4 ആഴ്ചയിൽ താഴെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആകെ 6 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിനിടയിൽ വലിയ രാഷ്ട്രീയ വിമർശനം കൂടി SITക്കെതിരെ ഉയരുന്നുണ്ട്. അതായത് N. വാസുവിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് അടക്കം ബോധപൂർവ്വം വീഴ്ചപ്പെടുത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘമെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അതീവ രഹസ്യമായി എന്നാൽ കൃത്യമായി പഴുതുകൾ അടച്ചുള്ള അന്വേഷണമാണ് SITയുടെ ഭാഗത്തുനിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പിന്നിൽ രാജ്യാന്തര സംഘമുണ്ടെന്ന കോടതിയുടെ സംശയം ഗൌരവമേറിയത്. അന്വേഷണം ഒച്ചിഴയുന്ന വേഗത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശബരിമല വിഷയം മുഖ്യ പ്രചാരണ വിഷയമാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വർക്കലയിൽ കേരള എക്സ്പ്രസിൽ 19-കാരി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. നിലവിൽ റെയിൽവേ പോലീസും RPFും കേസ് അന്വേഷിക്കുന്നുണ്ട്. ആക്രമണ സമയത്ത് 10ഓളം പേരാണ് കേരള എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിലുണ്ടായിരുന്നത്. ഇതിൽ 7 പേർ സംഭവത്തിന് സാക്ഷികളാണ്. ഇതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം പോലീസിൽ മൊഴി നൽകി. കൂടുതൽ സാക്ഷികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതേസമയം ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. സ്ത്രീകുട്ടിക്ക് പ്രതീക്ഷിച്ച ഉണർവ് ഉണ്ടായിട്ടില്ല എന്നും വീണ്ടും CT സ്കാനിന് വിധേയമാക്കുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. അതിനു മുമ്പ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വാക്കുകൾ.
അല്ല, ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതുപോലെ സ്റ്റാറ്റസ് കോ തന്നെ തുടരുന്നത്. റിപ്പീറ്റ് CT എടുത്തു. റിപ്പീറ്റ് CT എടുത്ത സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നും ഇപ്പം ന്യൂറോളജി പ്രൊഫസർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശകലം നേരത്തെ പറഞ്ഞത് പേഷ്യന്റിന് ഒരു CTയും കൂടെ ചെയ്യുന്നു. പിന്നെ CT ആൻജിയോഗ്രാം എങ്ങാണ്ട് ചെയ്യാനുള്ളൊരു പരിശോധന. വേറെ എവിടെയെങ്കിലും വേറെ അത്രത്തോളം ഒരു ഉണർവ് വരുന്നില്ല, പ്രതീക്ഷിച്ച ഒരു ഉണർവ് ആ കുട്ടിക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് CTയും പിന്നെ അകത്തെവിടെയെങ്കിലും ഇന്റേണൽ ബ്ലീഡിംഗ് പുതുതായിട്ട് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു CT ആൻജിയോഗ്രാം കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എന്നെ ക്രിട്ടിക്കൽ കെയർ മേധാവി ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത്. ഓക്കെ, ശരിയെന്നാ, താങ്ക് യു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, ആരോഗ്യനില മാറ്റമില്ലാതെ തുടർന്നു എന്നുള്ളൊരു ആശങ്ക ഒരു വശത്ത് നിൽക്കുന്നു. അത് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുകയാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുകയും ചെയ്യുന്നു. അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താൻ കൂടി പോലീസ് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ സാക്ഷി മൊഴികൾ ഇപ്പോൾ വന്ന സാക്ഷി മൊഴികൾ കൃത്യമായിട്ട് വിരൽ ചൂണ്ടുന്നത് ഒരു പ്രതി തന്നെ കൃത്യമായി ഈ ആക്രമണം നടത്തിയെന്നുള്ളതാണ്. മറിച്ച് എന്തെങ്കിലും ഒരു നിഗമനങ്ങൾ പോലീസിനുണ്ടോ? ഈ കേരള എക്സ്പ്രസ് ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഈ പറയപ്പെടുന്ന സുരേഷ് കുമാർ എന്ന പ്രതി മദ്യത്തിന്റെ ആസക്തിയിൽ പ്രകോപിതനായി ഈ രണ്ട് പെൺകുട്ടികളോട് പ്രകോപനപരമായി സംസാരിക്കുകയും അതേ തുടർന്ന് രണ്ടുപേരെയും ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ RPF നടത്തിയ പരിശോധനയിൽ ട്രെയിനിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. ആ ദൃശ്യങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് പ്രതിക്ക് വലിയ തിരിച്ചടിയായി മാറും കോടതിയിൽ. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരാൻ തുടങ്ങിയിട്ട് 3 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും ബോധം വീണ്ടെടുത്തിട്ടില്ല എന്നതാണ്. അതായത് തലക്കേറ്റ പരിക്ക്, ഹെഡ് ഇഞ്ചുറി, സാരമായ പരിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ആന്തരിക രക്തസ്രവം വലിയ തരത്തിൽ ഈ കുട്ടിയുടെ ആരോഗ്യനിലയെ ബാധിക്കുകയും അതുമൂലം ഈ കുട്ടി ബോധം വീണ്ടെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ തുടരുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരുപക്ഷെ 2 ആഴ്ച വരെ തൽസ്ഥിതി തുടർന്നേക്കാനാണ് സാധ്യത. ഡോക്ടർമാരുടെ കർശനമായ നിരീക്ഷണത്തിലാണ്. ഏറ്റവും വിദഗ്ധമായ ചികിത്സയാണ് കുട്ടിക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അങ്കമാലി പോലീസ് ആശുപത്രിയിലെത്തിയാണ് അമ്മൂമ്മ റോസ്ലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുട്ടിയുടെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിച്ച കത്തി വീടിനകത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. പോലീസ് ഫോറൻസിക് വിഭാഗം വീട്ടിൽ പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിനെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകി. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, തുടക്കത്തിൽ വീട്ടിലുള്ള മറ്റുള്ളവരുടെയും മൊഴികളിലൊക്കെ ദുരൂഹതയും ഒക്കെ സംശയിച്ചിരുന്നു. ആ സമയത്ത് അത് അമ്മൂമ്മ തന്നെയാണ്, അമ്മൂമ്മ ഒറ്റയ്ക്കാണ് ഈ ഒരു കൃത്യം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കുകയാണോ? മാനസിക നില തകരാറിലായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ നിയമ നടപടിക്രമങ്ങൾ ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക? അപർണ, ഇന്നലെ കുട്ടിയുടെ വീടിനകത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടിയുടെ കഴുത്തിൽ ചോര വരുന്നത് കണ്ട്, കുട്ടി കരയുന്നത് കണ്ട് വളരെ പെട്ടെന്ന് വീട്ടുകാരും തൊട്ടടുത്തുള്ളവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ഇത് എന്ത് സംഭവിച്ചു എന്നത് മനസ്സിലായിരുന്നില്ല. കഴുത്തിന് എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു അവ്യക്തത നിലനിന്നിരുന്നു. പിന്നീട് പോലീസും നടത്തിയ ഒരു പരിശോധന വീടിനകത്ത് നിന്ന് കത്തി കണ്ടെടുക്കുന്നു. ഒപ്പം തന്നെ അമ്മൂമ്മയെ അബോധാവസ്ഥയിലാണ് കണ്ടെത്തുന്നത്. അവർക്കിങ്ങനെ ഒരു വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ രീതിയിൽ നിന്നാണ് പിന്നീട് പോലീസിന് കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യുന്നത്. കുട്ടിയും അമ്മൂമ്മയും ചേർന്നാണ് ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. മറ്റൊരു സാഹചര്യവും അവിടെയില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അവരിൽ നിന്ന് ഇപ്പോൾ ആശുപത്രിയിൽ പിന്നീട് അവരേക്ക് മാറ്റുകയും അവിടെ പോലീസ് കസ്റ്റഡിയിൽ ആവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തതയിലേക്ക് വന്നതിന് ശേഷം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായത്. രാവിലെ ആശുപത്രിയിലെത്തി അങ്കമാലി പോലീസാണ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ അമ്മൂമ്മ റോസ്ലിയെ കുട്ടി അവരുടെ കയ്യിൽ നിന്നാണ് മുറിവേറ്റതെന്നും അവരാണ് കഴുത്തിന് മുറിപ്പെടുത്തിയതെന്നും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായ സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഒരു രോഗാവസ്ഥയും അടക്കം കണക്കിലെടുത്തിട്ടുണ്ട്. അവർ ഈ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കുകയും ചെയ്തതുകൊണ്ട് ഈ നരഹത്യ അത് ഏത് രീതിയിലുള്ള വകുപ്പുകൾ ചേർക്കണമെന്നതടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ആലോചിച്ച ശേഷമായിരിക്കും ഈ വകുപ്പുകൾ സംബന്ധിയായ കാര്യങ്ങൾ തീരുമാനമെടുക്കുക. കൊലപാതകം തന്നെയാണ്, പക്ഷേ അതിൽ ഏതെല്ലാം രീതിയിലുള്ള വകുപ്പുകൾ ചേർക്കാമെന്നത് പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ആ കുട്ടിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. പോസ്റ്റ്മോർട്ടം
നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കറുകുറ്റിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അവിടെ പൊതുദർശനത്തിന് ശേഷം 4 മണിയോടുകൂടിയാണ് സംസ്കാരം. അങ്കമാലി എടക്കുന്നം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ദാരുണമായ സംഭവം നടക്കുന്നത്. ഇന്നലെ മറ്റൊരു പ്രത്യേകത, കുട്ടിയുടെ ഒരു സഹോദരൻ കൂടിയുണ്ട്, മൂത്ത 5 വയസ്സുകാരനായ സഹോദരൻ കൂടിയുണ്ട്. സഹോദരൻ്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. അതിൻ്റെ ഒരു ആഘോഷ പരിപാടികളും എല്ലാം തന്നെ കുടുംബവുമായിട്ട് ചേർന്ന് നടത്താനിരിക്കുകയാണ്. ഇത്തരം ഈ ഒരു തീർത്തും ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ അവരുടെ അമ്മൂമ്മയുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ വൈകാതെ ഉണ്ടാകും. അവരിപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപർണ. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസുകാർക്ക് സസ്പെൻഷൻ. ബന്തൽഗുഡി SI നാഗരാജനടക്കം 3 പേർക്കെതിരെയാണ് നടപടി. പ്രതിയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. തൃശൂർ വിയൂരിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച് രക്ഷപ്പെട്ടത് ബാലമുരുകൻ എന്ന നിഗമനത്തിലാണ് കേരള പോലീസ്. ബന്തൽഗുഡി SI നാഗരാജനടക്കം 3 പോലീസുകാർക്കാണ് നിലവിൽ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. അന്വേഷണ വിധേയമായിട്ട് തന്നെയാണ് ഈ 3 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നാഗരാജൻ അടക്കമുള്ള പോലീസുകാരായിരുന്നു ഈ ബാലമുരുകനെ നിഗമിച്ച് വിയൂർ ജയിലിലേക്ക് എത്തിയിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വിചാരണയ്ക്കായി കൊണ്ടുപോരുന്ന ബാലമുരുകനെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ബാലമുരുകൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന് തമിഴ്നാട് പോലീസ് ബാലമുരുകന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു എന്നുള്ള വിമർശനവും ആരോപണവും ശക്തമായ സാഹചര്യത്തിലാണ് ഈ പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകുന്നത്. മാത്രമല്ല ക്രൈംബ്രാഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ചുമതലയും നൽകിയിട്ടുണ്ട്. ബാലമുരുകൻ അതേസമയം വിയൂരിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നുള്ള നിഗമനത്തിലാണ് കേരള പോലീസ്. കഴിഞ്ഞ ദിവസമാണ് ഈ ബാലമുരുകനെ തിരിച്ചു കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ആലത്തൂരിലുള്ള റെസ്റ്റോറന്റിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിയൂർ എത്തിയ ശേഷമാണ് ശുചിമുറിയിൽ പോകാനെന്ന ആവശ്യവുമായി ഉന്നയിച്ച് ബാലമുരുകൻ കാർ നിർത്തിക്കുന്നതും അതിൽ നിന്നും ഒരു പോലീസുകാരൻ മാത്രമാണ് ബാലമുരുകനൊപ്പം അപ്പോൾ ഉണ്ടായിരുന്നതും എന്നുള്ള കാര്യം തമിഴ്നാട് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് പോലീസിന്റെ മൊഴി പുനഃപരിശോധിച്ച ശേഷമാണ് കേരള പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നതും. ബാലമുരുകനായി അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ് കേരള പോലീസ്. അതേസമയം കഴിഞ്ഞ ദിവസം ബാലമുരുകൻ ട്രെയിനിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ ഹൈവേ വഴിയുള്ള മറ്റേതെങ്കിലും വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും കേരള പോലീസ് തള്ളിക്കളയുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM BJP സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ CPM ജില്ലാ കമ്മിറ്റി തുടരുകയാണ്. SP ദീപക്, RP ശിവജി എന്നിവരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകിട്ട് പ്രഖ്യാപിക്കുക. സംസ്ഥാന സെക്രട്ടറി VV രാജേഷിനെയാണ് BJP മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. VV അരുൺ ചേരുന്നു. അരുൺ, BJP VV രാജേഷിനെ കൂടി സ്ഥിരീകരിച്ചാൽ തീർച്ചയായും CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പേര് തന്നെ മേയർ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം. അതേത് ആരുടെ പേര് സ്ഥിരീകരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അകത്തുള്ള ആഭ്യന്തര തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ BJPക്ക് കഴിയുന്നുണ്ടോ ഈ നിമിഷത്തിൽ? ഏത് തരത്തിലാണ് അത് CPMലൊക്കെ പ്രതിഫലിക്കുന്നത്? അപർണ, CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗം അവസാനിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ഏരിയ സെക്രട്ടറിമാർ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അത് വഞ്ചൂർ ഏരിയ സെക്രട്ടറി K സുകുമാർ, പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ P ബാബു, വിളപ്പിൽ ഏരിയ സെക്രട്ടറി RP ശിവജി എന്നിവരാണ്. ശ്രീകുമാർ ചാക്ക വാർഡിൽ മുൻ മേയർ കൂടിയാണ് ശ്രീകുമാർ. വഞ്ചൂർ ബാബു വഞ്ചൂർ വാർഡിൽ മത്സരിക്കും. RP ശിവജി പുന്നയ്ക്കാമുകൾ വാർഡിലാണ് മത്സരിക്കുക. RP ശിവജി പുന്നയ്ക്കാമുകൾ വാർഡിലാകും മത്സരിക്കുക. ഈ 75 സീറ്റിൽ CPM ആകും മത്സരിക്കുക. 101 വാർഡുകൾ ആകെയുള്ള 75 സീറ്റിൽ CPM മത്സരിക്കും. ഇതിൽ 17 സീറ്റ് CPIക്കും വിട്ടു നൽകാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സീറ്റിൽ കൂടി ചർച്ച ബാക്കിയുണ്ട്. അതോടുകൂടിയാകുമ്പോൾ മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാകുമെന്നാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. മത്സരിക്കുന്ന ഏരിയ സെക്രട്ടറിമാർക്ക് പകരം ആളുകളെ കണ്ടെത്തേണ്ടി വരും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും മത്സരിച്ചാൽ പകരം ആ മത്സരിക്കാൻ തീരുമാനമെടുക്കുന്ന കമ്മിറ്റി തന്നെ പകരം ആളെയും കണ്ടെത്തണമെന്നാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയത്. MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. BJPയും ഇന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. VV രാജേഷ് തന്നെയാകും അവരുടെ മേയർ സ്ഥാനാർത്ഥി. VV രാജേഷ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ. പുന്നയ്ക്കാമുകൾ അതുപോലെ തന്നെ വഞ്ചൂർ, കവടിയ അടക്കമുള്ള വാർഡുകളിലും രാജേഷിന്റെ പേര് സജീവമായി തന്നെ പരിഗണിച്ചിരുന്നു. പക്ഷേ വട്ടിയൂർക്കാവിൽ രാജേഷ് മത്സരിച്ചേക്കും. മുൻ സ്പോർട്സ് കൌൺസിലിന്റെ മുൻ അധ്യക്ഷ പത്മിനി തോമസ് BJP സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകും. പാളയം വാർഡിലാകും പത്മിനി തോമസ് മത്സരിക്കുക. കോൺഗ്രസ് 2 ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതികം പുറത്തിറക്കി കഴിഞ്ഞു. അവസാന പട്ടിക നാളെ പുറത്തിറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ്
തദ്ദേശ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ വരും. അതോടുകൂടി സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ കൂടുതൽ പ്രചരണ രംഗത്ത് സജീവമാകും. അപർണ. പാലക്കാട് നഗരസഭയിലും പോര് ഇത്തവണ കടുക്കും. നഗരസഭ നിലനിർത്താൻ BJPക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. പാർട്ടിയിലെ ആഭ്യന്തര പ്രതിസന്ധിയും നഗരസഭാ ഭരണത്തിനെതിരായ വികാരവും തിരിച്ചടിക്കുമോ എന്നാണ് ആശങ്ക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം പ്രതിഫലിച്ചാൽ കോൺഗ്രസിനും പ്രതിസന്ധിയാണ്. കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാട്ടേത്. 28 സീറ്റ് എന്ന വ്യക്തമായ മെജോറിറ്റിയാണ് കഴിഞ്ഞ തവണ BJPക്കുള്ളത്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുമ്പോൾ BJPയുടെ മുമ്പിലെ വെല്ലുവിളി പാർട്ടിക്കുള്ളിലെ കലഹങ്ങളെ അതിജീവിച്ച് ഭരണം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ വികസനം മുന്നിക്കൊണ്ട് തന്നെയാണ് 3 പാർട്ടികളും, അതായത് UDFും LDFും BJPയും പ്രചരണ രംഗത്തുള്ളതെങ്കിലും ഇവിടെ നിർണായകമാവുക BJPയിലെ ആഭ്യന്തര കലഹം തന്നെയായിരിക്കും. കാരണം C. കൃഷ്ണകുമാർ വിഭാഗവും മറുവശത്ത് ശിവരാജനും പ്രമീള അടക്കമുള്ള മുതിർന്ന നേതാക്കളുള്ള മറുവിഭാഗവുമാണുള്ളത്. സ്വാഭാവികമായിട്ടും ഈ BJPയിലെ ഈ ഒരു കലഹം അത് എങ്ങനെ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ചർച്ചയിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. C. കൃഷ്ണകുമാർ ഭാഗത്തെ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശിവരാജനടക്കമുള്ള മറുവശത്തുള്ള നേതാക്കൾ അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തും. ഒരുപക്ഷെ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യവും തീർക്കും. ഇന്ന് സ്ഥിതി വളരെ വളരെ വ്യത്യസ്തമാണ്. ഏറ്റവും സുതാര്യമായ രീതിയിൽ പാലക്കാട് നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം. പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഭരണം തുടരും എന്ന് തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, ഒരു അഴിമതി രഹിത ഭരണം വേണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണം. ഇത് മുതലെടുക്കുവാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതാണ് പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പരിപാടികളിൽ പങ്കെടുത്തിരുന്നത്. ഇത് C. കൃഷ്ണകുമാർ ഭാഗത്തിന് വലിയ തോതിൽ തന്നെ അമർഷമുണ്ടാക്കിയിരുന്നു. അവർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. പക്ഷേ നിലവിൽ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ നടപടികളിലേക്ക് പാർട്ടി മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ ഏതെല്ലാം തരത്തിലാകും സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് മുതലെടുത്തുകൊണ്ട് ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം. അതായത് BJPയിലെ അതൃപ്തരെ ഒപ്പം നിർത്തിക്കൊണ്ട് ഭരണത്തിലേക്ക് എത്തുവാൻ ആണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. എന്താണ് വികസനം ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? UDF ഭൂരിപക്ഷ സീറ്റ് 28 സീറ്റ് 30 സീറ്റുകളുള്ളിൽ UDFിന്റെ ഭരണം. കാരണം ഇവിടെ ഞങ്ങൾ ഭരിക്കാൻ ഇറങ്ങിത്തിരിച്ചെല്ലാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും UDF ഭരണത്തിൽ വന്ന് പാലക്കാട് നഗരസഭയെ രക്ഷിക്കുക എന്നുള്ളതാണ്. മറുവശത്ത് LDF ആകട്ടെ വികസനം മുൻനിർത്തിയുള്ള പ്രചാരണത്തിലേക്കാണ് അവർ ശ്രദ്ധ ഊന്നുന്നത്. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഒന്നും തന്നെ പാലക്കാട് വേണ്ട പോലെ വന്നിട്ടില്ല. 10 വർഷമായി വികസനം ഒന്നും നടന്നിട്ടില്ല എന്ന കാര്യവും, അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് LDF പ്രധാനമായിട്ടും ഇവിടെ പ്രചരണത്തിന് വിഷയമാക്കുന്നത്. LDFന് നിലവിൽ അവിടെ വളരെ കുറഞ്ഞ സാധ്യതകളാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. പക്ഷേ അതിനപ്പുറം നേടുവാൻ ഇപ്പോൾ ഈ പാലക്കാട് കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേടാനാണ് LDFിൻ്റെ നീക്കം. UDFും അതേപോലെ തന്നെ BJPയും അവർ ഈ നാടിനെ നയിക്കാൻ പ്രാപ്തരല്ല എന്ന് പാലക്കാട് ജനത തിരിച്ചറിയുകയും വലിയ തോതിൽ ഇടതുപക്ഷത്തിന് പിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തൊരു സമയമാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പാലക്കാട് നഗരസഭ LDF തിരിച്ചു പിടിക്കും എന്ന് മാത്രമല്ല, LDFിൻ്റെ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ സമയബന്ധിതമായി, ഞങ്ങൾ വയ്ക്കുന്ന മാനിഫെസ്റ്റോ പോലും അതാണ്, 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതികൾ തന്നെ ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിച്ച് ആ പദ്ധതി കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായ സഹകരണത്തോടുകൂടി നടത്തും. എന്താണെങ്കിലും BJPയിലെ ആഭ്യന്തര കലഹം തന്നെയായിരിക്കും വികസനവാദങ്ങളെക്കാൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക. CB അനുമോദ്, ന്യൂസ് 18. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്. എരുമലി അല്ലെങ്കിൽ മുണ്ടക്കയം ഡിവിഷൻ നൽകണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ തവണയും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നെങ്കിലും കോൺഗ്രസ് അനുവദിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണ 13 സീറ്റുകളിൽ കോൺഗ്രസും 9 ജോസഫ് ഗ്രൂപ്പുമായിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണ അധികമായി ഒരു സീറ്റ് കൂടി വന്ന സാഹചര്യത്തിൽ ലീഗിന്റെ ആവശ്യം അംഗീകരിക്കുമോ എന്നതാണ് നിർണായകം. സീറ്റ് വിഭജനത്തിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. ഇടതു മുന്നണിയിലെ സീറ്റ് ചർച്ചയും ഇന്ന് തുടരും. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാനും V4 പട്ടാമ്പി നേതാവുമായിരുന്ന TP ഷാജി വീണ്ടും കോൺഗ്രസിലെത്തി.
നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനവും കൌൺസിലർ സ്ഥാനവും ടി.പി. ഷാജി രാജിവെച്ചു. കോൺഗ്രസിൽ ചേർന്ന ടി.പി. ഷാജിക്കും പ്രവർത്തകർക്കും കെ.പി.സി.സി ആസ്ഥാനത്ത് സ്വീകരണം നൽകി. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, വി.കെ. ശ്രീകണ്ഠൻ എം.പി, കെ.എസ്. ശബരിനാഥൻ, പി.സി. വിഷ്ണുനാഥ് തുടങ്ങിയ നേതാക്കൾ ചേർന്നാണ് സ്വീകരിച്ചത്. കെ.പി.സി.സി മെമ്പറായിരുന്ന ടി.പി. ഷാജിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനു മുൻപ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവിന്റെ ആഹ്വാനം. കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസാണ് പരസ്യാഹ്വാനം നടത്തിയത്. കെ.ബി. ഗണേഷ് കുമാറിനെ വേദിയിലിരുത്തിയായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പ്രസംഗം. നമ്മുടെ നാട്ടിൽ വികസനം ചെയ്യുന്ന കരുത്തനായ കായ്ബലമുള്ള ഒരു മരമാണ് നമ്മുടെ കെ.ബി. ഗണേഷ് കുമാർ എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ, അതേപോലെ തന്നെ പഴഞ്ചൊല്ലായി പറഞ്ഞാൽ കായ്ക്കാത്ത മച്ചിമരങ്ങളും ഇവിടേക്ക് കടന്നു വരും. അവിടെ തിരിച്ചറിഞ്ഞുകൊണ്ട് മച്ചിമരമാണ്, അത് പൂക്കില്ല, അത് മച്ചിമരമാണ്, കായ്ക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വീണ്ടും നമ്മുടെ മന്ത്രിയാക്കുവാൻ എല്ലാവരും തയ്യാറാകണം. ഞാനും നിങ്ങളോടൊപ്പം കാണും. ബീഹാർ വിധിയെഴുതുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. 121 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ 1 മണിവരെ 42% പോളിംഗ് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്, മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. ഭരണ തുടർച്ചയാണെന്ന് നിതീഷും മാറ്റം ഉറപ്പാണെന്ന് ലാലുവും പ്രതികരിച്ചു. ये बिहार के लोगों से यही अपील है कि मतदान केंद्र जाएं, अपने वर्तमान भविष्य को देखते हुए वोट दें। नौकरी, रोजगार, कारखाने बिहार में खुले, अच्छी शिक्षा चिकित्सा हो, पढ़ाई दवाई कमाई की जो बात करें उसको जो है मतदान करें। यही हम सब लोगों से अपील करना चाहते हैं। उम्मीद क्या है सर? उम्मीद हम लोग जीतेंगे, सब लोग जीतेंगे, बिहार जीतेगा। 18 तारीख को बदलेंगे सरकार, 18 तारीख को बदलेंगे सरकार, 14 को नई सरकार मिलने वाली है। चलिए വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് രാകേഷ് ചേരുന്നു. രാകേഷ്, നാടിളക്കി മറിച്ചുള്ള പ്രചാരണത്തിൽ പോളിംഗ് നില വന്നുകൊണ്ടിരിക്കുമ്പോൾ അതേത് തരത്തിലാണ് ഇരുവിഭാഗങ്ങൾക്കും ഒരു പ്രതീക്ഷയാകുന്നത്? ഏതെല്ലാം തരത്തിലുള്ള അവകാശവാദങ്ങളുണ്ട് ജനം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും? അപർണ, നല്ല പോളിംഗ് ആണ് ബീഹാറിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ പോളിംഗ് ഏതാണ്ട് 57%. ഇപ്പോൾ 1 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം അത് 42.31%. അതായത് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നല്ല പോളിംഗ് ഇത്തവണ 1 മണി വരെ ബീഹാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലകൾ തിരിച്ച് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ജില്ല തിരിച്ച് നോക്കുകയാണെങ്കിൽ ലക്കിസരായിലും ഒപ്പം തന്നെ ബെഗുസരായിലും ഒക്കെ തന്നെ ഏതാണ്ട് 44% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെഗുസരായിൽ അത് 46.2 ആണെങ്കിൽ ലക്കിസരായിൽ 46.37 സമാനമായ രീതിയിൽ തന്നെയാണ് മധേപുരയിലൊക്കെ തന്നെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുസഫർ പൂരിൽ 45%, മധേപുരയിൽ 44% എന്നിങ്ങനെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം പല ബൂത്തുകളിലും കാണാം. രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നു, ഇപ്പോഴും അതേ രീതിയിൽ തിരക്ക് തുടരുന്നു. അത് എന്തിൻ്റെ സൂചനയാണെന്ന് അറിയേണ്ടത്. ഏതായാലും പരമ്പരാഗതമായ സ്ത്രീ വോട്ടുകൾ വലിയ തോതിൽ സമാഹരിച്ചാണ് നിതീഷ് കുമാർ ഭരണ തുടർച്ച നേടിയിരുന്നത്. അത് തന്നെ ആവർത്തിക്കുമോ അതോ ഇത്തവണ വലിയ മാറ്റങ്ങൾക്ക് ബീഹാർ വേദിയാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വലിയ പ്രതീക്ഷയാണ് വോട്ട് രേഖപ്പെടുത്തിയ നേതാക്കളൊക്കെ തന്നെ പങ്കുവച്ചത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറും RJD നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഒക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. നിതീഷ് കുമാർ എന്തായാലും JDU നേതാക്കളും വ്യക്തമാക്കുന്നത് ഭരണ തുടർച്ച തന്നെ ബീഹാറിൽ ഉണ്ടാകും, വികസനത്തിനായി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ്. മറിച്ച് മാറ്റമുണ്ടാകും എന്ന പ്രതികരണമാണ് ലാലു പ്രസാദ് യാദവ് നടത്തിയത്. സമാനമായ പ്രതികരണം തേജസ്വി യാദവും നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി 1 മണിവരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും 6 മണിവരെ വോട്ടെടുപ്പുണ്ട്. അങ്ങനെയെങ്കിൽ
കഴിഞ്ഞ കാലങ്ങളിലെ റെക്കോർഡൊക്കെ മറികടന്ന് ഒരുപക്ഷെ 60-65% മുകളിലേക്ക് ബീഹാറിലെ പോളിംഗ് പോകാനുള്ള സാധ്യതയാണ് നിലവിലെ സൂചനയിൽ നിന്ന് വ്യക്തമാകുന്നത്. അപർണ. ഹരിയാനയിലെ വോട്ടുകൊള്ള ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയേക്കും. ഹരിയാനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിന് വിശദമായ മറുപടി നൽകുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. അതേസമയം വോട്ടുകൊള്ള ആരോപണത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് നീക്കം. ഹരിയാനയിൽ ഇന്ന് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഇതേസമയം ഹരിയാനയിലെ കള്ളവോട്ടിന് ഉപയോഗിച്ചത് ബ്രസീലിയൻ മോഡൽ ലാരിസ്റ്റയുടെ ഫോട്ടോയാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നാലെ ഇൻസ്റ്റാഗ്രാമിൽ പ്രതികരണവുമായി ലാരിസ്റ്റ രംഗത്തെത്തി. തന്നെ തട്ടിപ്പിനായി ഉപയോഗിച്ചത് ഞെട്ടിപ്പിച്ചെന്നും ലാരിസ്റ്റ പറയും. Gente, contar pra vocês uma fofoca, vocês vão rir demais. Não, vou contar fofoca. Gente, estão usando uma foto minha, antiga. Minha foto é velha, tá? Ó, tava novinha na foto, devia ter uns 20 anos, 18 anos. Estão usando a foto minha pra fazer, eu não sei se é uma eleição, alguma coisa de que tem que votar. E na Índia, estão me colocando como indiana pra dar golpe nos outros, gente. Olha que loucura. Que doideira é essa? Que mundo nós estamos vivendo? Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão, no meu emprego, querendo conversar comigo pra entrevista. Aí eu não respondi, falei pra Tatá não passar meu número e tal. Aí o cara achou meu Instagram, me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto. Vou colocar aqui pra vocês, aqui embaixo pra vocês verem. Aqui. Vocês não vão acreditar. Ô, gente. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നികുതി ചുമത്തൽ ചോദ്യം ചെയ്ത US സുപ്രീം കോടതി. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ഏർപ്പെടുത്തുന്നത് ന്യായമാണോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ കടുത്ത നടപടികൾ വേണ്ടിവരുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. വിവിധ രാജ്യങ്ങൾക്ക് മേൽ പകരം തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ ശക്തമായ വിമർശനമാണ് US സുപ്രീം കോടതി നടത്തിയത്. പകരം തീരുവ ഏർപ്പെടുത്തിയതിന് കാരണമായി US ഭരണകൂടം ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാവുന്നതാണോ എന്നതിൽ സംശയമുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. രാജ്യ താൽപര്യം സംരക്ഷിക്കാനും അമേരിക്കയുടെ സാമ്പത്തിക രംഗം തകർച്ചയിലേക്ക് പോകാതിരിക്കാനുമാണ് പകരം തീരുവ വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയതെന്നായിരുന്നു പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഹാജരായ US സോളിസിറ്റർ ജനറൽ ജോൺ സവറിന്റെ വാദം. നേരത്തെ കേസ് വാദം കേൾക്കാൻ താൻ നേരിട്ടെത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് ഈ പ്രസ്താവന പിൻവലിച്ചു. ട്രംപിന്റെ തീരുവകൾ ചട്ടവിരുദ്ധമാണെന്ന് നേരത്തെ US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വിധിച്ചിരുന്നു. സുപ്രീം കോടതി വിധി ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് നിർണായകമാണ്. തീരുവ ചട്ടവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചാൽ വാങ്ങിയ പകരം തീരുവ മുഴുവൻ ട്രംപ് ഭരണകൂടം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. വരും ദിവസങ്ങളിലും ഹർജിയിന്മേൽ വാദം തുടരും. ന്യൂസ് ഡെസ്ക്, News 18. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിലെത്തി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികളും ലോക കേരള സഭാംഗങ്ങളും മലയാള മിഷൻ കലാ കുവൈറ്റ് ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക് മൻസൂരിയയിലെ ആൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കുവൈറ്റിലെ മലയാളികളെ അഭിസംബോധന ചെയ്യും. 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മുഖ്യമന്ത്രി കുവൈറ്റിൽ എത്തുന്നത്. തിരുവല്ല കവിത കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. കുമ്പനാട് സ്വദേശി അജിത് റജി മാത്യുവിനെയാണ് ശിക്ഷിച്ചത്. 5 ലക്ഷം രൂപ പിഴയും നൽകണം. ശശി നാരായണൻ ചേരുന്നു. ശശി, കടുത്ത കുറ്റം തന്നെ ചെയ്തിരിക്കുന്നു എന്നത് നിരുപാധികം തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കോടതി ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം. അതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യവും. വിവരങ്ങൾ എന്താണ്? അപർണ, ഈ തിരുവല്ല കവിതാ കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും 5 ലക്ഷം രൂപയും പിഴയും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിരിക്കുന്നു. അത് പ്രധാനമായും അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെ ലഭിച്ചെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. നിലവിൽ ഈ പ്രതിയുടെ പ്രായം കൂടെ പരിഗണിച്ചാണ് ശിക്ഷ ജീവപര്യന്തമാക്കിയത്. വധശിക്ഷ വേണമെന്ന് കുടുംബം നേരത്തെ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലേക്ക് തങ്ങളുടെ മകളെ നഷ്ടപ്പെട്ട പ്രതിക്ക് അർഹമായ വധശിക്ഷ തന്നെ ലഭിക്കുമെന്നായിരുന്നു മാതാപിതാക്കൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വിധിയിൽ സംതൃപ്തരാണെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2019 മാർച്ച് 12-നാണ് ഈ കേസ് നടക്കുന്നത്. ഈ പ്രണയം ദൃശ്യച്ചതിനെ തുടർന്ന് കവിതയെ രാവിലെ 9 മണിക്ക് തിരുവല്ലയിൽ വെച്ച് തന്നെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം പിന്നീട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയാണ് കവിത മരിക്കുന്നത്. 2 ദിവസം ചികിത്സയിലായിരുന്നു. അതിനുശേഷമുള്ള മരണമൊഴിയും ഒപ്പം സാക്ഷികളുടെ 43 സാക്ഷികളാണ് പ്രധാനമായി ഈ കേസിൽ ധരിച്ചത്. ഒപ്പം 93 രേഖകളും ഇതിൽ സമർപ്പിച്ചു. ഈ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, ഈ പ്രതി പെട്രോൾ പമ്പിൽ നിന്നും ഈ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം
രേഖകൾ ATM-ലും സ്വൈപ്പ് ചെയ്ത് പണമെടുക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറ്റക്കാരനെന്ന കഴിഞ്ഞ ദിവസമാണ് പ്രതി കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഇന്ന് വിധി എന്തായാലും കോടതി പ്രഖ്യാപിച്ച വിധി ആയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിയെ സംബന്ധിച്ച് കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു ക്രൂരമായ കൊലപാതകം, നിശ്ചിതമായ കൊലപാതകം എന്ന നിലയ്ക്കാണ് നാട്ടുകാരും എല്ലാം ഈ അർഹിക്കുന്ന ആഗ്രഹിച്ച പോലെ തന്നെ ഒരു വിധി ലഭിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളും വ്യക്തമാകുന്നത്. അല്പസമയം തന്നെ പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ്, ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വിധി ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഇത്തരത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കവിതാ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. വനിതാ ലോകകപ്പിനിടെ ഇന്ത്യൻ താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു മോദിയും വനിതാ താരങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പ്രധാനമന്ത്രിക്ക് നമോ ജേഴ്സി സമ്മാനിച്ചു. आप ये टैटू लगा के घूमती रहती हैं तो हनुमान जी तुम्हें क्या मदद करते हैं? मुझे लगता है कि वो कठिनाइयों से मैं बाहर आ जाऊँ. इंस्टाग्राम अकाउंट पर भी जय श्री राम लिखती हो? जी, उस पर भी लिखा हुआ है. हाँ जी. अमन, आपने ये जो जीतने के बाद बॉल जेब में रखा, ये था कि अब ये मेरे पास है, ये तो ये मेरे पास ही रहेगी, अभी भी मेरे बैग में ही है. ചരിത്ര വിജയം സ്വന്തമാക്കിയ ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ മോദി അഭിനന്ദിച്ചു. തുടർച്ചയായി 3 തോൽവികൾ ഏറ്റുവാങ്ങിയ ശേഷവും ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ശ്രദ്ധേയമായ തിരിച്ചുവരവിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ലോകകപ്പിലെ കഠിനമായ തുടക്കത്തിന് ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം പ്രകടിപ്പിച്ച മനക്കരുത്തും സ്ഥിരോത്സാഹവും അഭിനന്ദനീയമാണെന്ന് മോദി വ്യക്തമാക്കി. ഇത് പ്രതിരോധശേഷിയുടെയും ടീം വർക്കിന്റെയും പാഠമാണെന്നും മോദി വിശേഷിപ്പിച്ചു. भारत में क्रिकेट एक खेल नहीं है, एक प्रकार से भारत के लोगों की जिंदगी बन गया है. और क्रिकेट में अच्छा होता है तो भारत अच्छा फील करता है, और क्रिकेट में थोड़ा सा भी इधर होगा तो पूरा भारत हिल जाता है. आपको भी जब 3 मैच लगातार हारे तो जो ट्रोलिंग सेना है जिस प्रकार से आपके पीछे पड़ गए. 2017 ട്രോഫിയില്ലാതെ പ്രധാനമന്ത്രിയെ കണ്ട കാര്യം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ അനുസ്മരിച്ചു. ഇപ്പോൾ ട്രോഫിയുമായി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിനാൽ ഇതേ രീതിയിൽ അദ്ദേഹത്തെ കൂടുതൽ തവണ കാണാൻ ആഗ്രഹിക്കുന്നതായി ഹർമൻപ്രീത് കൗർ അഭിപ്രായപ്പെട്ടു. पहले 2017 में मिले थे, तब हम फाइनल हार कर आए थे, लेकिन तब सर ने हमें बहुत मोटिवेट करा था कि जब भी आपको नेक्स्ट अपॉर्चुनिटी मिले कि हम वहाँ पर कैसे खेलें और अपना बेस्ट दें. और आज जब हम फाइनली ट्रॉफी जीत कर आए हैं तो उनके साथ बहुत अच्छा लगा बात करके. പ്രധാനമന്ത്രി തങ്ങളെ പ്രചോദിപ്പിച്ചിരുന്നുവെന്നും എല്ലാവർക്കും പ്രചോദനമാണെന്നും വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും വ്യക്തമാക്കി. आई थिंक डेस्टिनी थी कि इंडिया में ही पहला वर्ल्ड कप आएगा विमेंस का, बट आई मीन आप हमेशा से सबके इंस्पिरेशन ही रहे. और स्पेशली आई मीन हर फील्ड में जिस तरह से लड़कियां अभी आई मीन हर फील्ड में सब जगह हमको सिर्फ लड़कियां दिख रही है. जहाँ पे भी वो इसरो का लॉन्च हुआ या जो भी हो, तो सब चीज़ें हम लोग सब जब भी देखते तो इंस्पिरेशन ही है और मोटिवेशन है हमारे लिए कि हम और भी अच्छा काम कर पाए और लड़कियों को मोटिवेट कर पाए. ടൂർണമെന്റിലെ മികച്ച കളിക്കാരിക്കുള്ള അവാർഡ് നേടിയ ഓൾറൗണ്ടർ ദീപ്തി ശർമ്മ പ്രധാനമന്ത്രിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞു. ഞായറാഴ്ച നവി മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം തങ്ങളുടെ കന്നിക്കിരീടം നേടിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുതിരാനിലെ ആന ശല്യത്തിൽ പരിഹാരം കാണുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ആനകളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. വന്യജീവികളുടെ സഞ്ചാര പഥത്തിന് ദോഷം വരാത്ത മാർഗം സ്വീകരിക്കും. വന്യജീവി ആക്രമണം മൂലം കർഷകർക്കുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കും. കുരങ്ങ് ശല്യം ലഘൂകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുതിരാനിൽ ഞാൻ അവിടെ പ്രശ്നമുണ്ട് അടിസ്ഥാനത്തിൽ നോക്കി. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇവിടെ കുതിരാൻ വന്നതോടുകൂടി തുരങ്കപാത വന്നതോടുകൂടി പഴയ പാത പോയി. അപ്പോൾ അവർക്ക് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല. ക്രോസ് ചെയ്യാൻ കഴിയാത്തപ്പോൾ അവർ റോഡിൽ തന്നെ നിന്ന് തിരിയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം? അവർ പറഞ്ഞു, നേരത്തെ ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ ഒരു ഭാഗത്ത് ഉള്ള ആനകളെ അല്ലെ വന്യജീവികളെ മുഴുവൻ ഈ റോഡ് ക്രോസ് ചെയ്യാതെ ഇങ്ങോട്ട് പുനരധിവസിപ്പിക്കണം. അപ്പോൾ അത് പുനരധിവസിപ്പിക്കാനുള്ള ഒരു സ്കീം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്.
വീടിന് മുന്നിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനെ ബൈക്കിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മണ്ണാർക്കാട് നൊട്ടമ്മലയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. നൊട്ടമ്മല പള്ളിക്ക് സമീപം താമസിക്കുന്ന റുമൈസയാണ് മരിച്ചത്. വീടിന് മുന്നിലുള്ള റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ബൈക്ക് ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഇവർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാത്രിയോടെയാണ്. തിരുവനന്തപുരം വഴയിലിൽ പെട്രോൾ പമ്പിന് സമീപം KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. നെയ്യാറ്റുകര കാരക്കോണം മഞ്ചവളാകം സ്വദേശി രാജേഷാണ് മരിച്ചത്. KSRTC സൂപ്പർഫാസ്റ്റ് ബസിന്റെ ഇടത് ഭാഗത്തുകൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കല്ലിൽ തട്ടിയാണ് അപകടമുണ്ടായത്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. പാലക്കാട് മാത്തൂർ ചുങ്കമന്നത്ത് ടൂറിസ്റ്റ് ബസും ടിപ്പർ ലോറിയും ഇടിച്ചും അപകടം. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. കോട്ടായി ഭാഗത്തു നിന്ന് കുഴൽമന്നം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുവണ്ടികളും ടിപ്പർ ലോറിക്ക് പിന്നാലെ വന്ന ടൂറിസ്റ്റ് ബസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത കടകളിലേക്ക് ഇടിച്ചു കയറി. റോഡിൽ നിർത്തിയിട്ട മീൻ വിൽപ്പനക്കാരുടെ ഇരുചക്ര വാഹനങ്ങളും ബസ്സിനടിയിൽപ്പെട്ടു. ടൂറിസ്റ്റ് ബസിന്റെ മുൻഭാഗവും 2 കടകളും പൂർണ്ണമായും തകർന്നു. സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്ര വിമുക്ത പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്ത് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണയിലെ 2871 SC വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ പുറത്തുവിട്ടാണ് നജീബ് കാന്തപുരം സർക്കാരിനത് വെറും പ്രഖ്യാപനമാണെന്ന് ആരോപിച്ചത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ 4676 SC കുടുംബങ്ങളിൽ 2871 വീടുകളിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്തിയത്. 348 സദ്ഗ്രാമങ്ങളിലായിരുന്നു പഠനം. ടോയ്ലറ്റ്, സാനിറ്റേഷൻ, ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിൽ ഉപജീവനം, ആരോഗ്യം, മെഡിക്കൽ സപ്പോർട്ട് എന്നീ 4 മാനദണ്ഡങ്ങളായിരുന്നു സർവേയിൽ പരിഗണിച്ചത്. സർവേയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: 2871 കുടുംബങ്ങളിൽ 70 പേർക്ക് ടോയ്ലറ്റുകളില്ല. 2741 വീടുകളും മതിയായ സൗകര്യമില്ലാത്തവ. സ്ഥിരവരുമാനമില്ലാത്ത 1574 കുടുംബങ്ങളുണ്ട്. ആരോഗ്യമേഖലയിൽ കൃത്യമായ ചികിത്സ ലഭ്യമല്ലാത്ത 2574 കുടുംബങ്ങൾ. മൊത്തം വീടുകളിൽ 93.7% BPL AAY കുടുംബങ്ങളാണ്. 10 കുടുംബങ്ങൾ അതിദരിദ്രർ. ഇവർക്ക് 200 രൂപ പോലും ദിവസ വരുമാനമില്ല. കേരളത്തിലെ ശരാശരി വരുമാനത്തിലും താഴെയണിയുക എന്നും സർവേ. കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതെയാകുകയാണെങ്കിൽ അതിൻ്റെ മിനിമം പാരാമീറ്റർ ആയിട്ട് 4 കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഒന്ന്, എല്ലാവർക്കും വീടുണ്ടാവണം, എല്ലാവർക്കും ടോയ്ലറ്റ് ഉണ്ടാവണം, എല്ലാവർക്കും 200 രൂപയെങ്കിലും സ്ഥിര വരുമാനം ഉണ്ടാവണം, എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയത് ആരോഗ്യം ഉള്ള ജീവിത സാഹചര്യം ഉണ്ടാവണം, ചികിത്സയ്ക്ക് സംവിധാനം ഉണ്ടാവണം. ഈ 4 പാരാമീറ്റർ ആണല്ലോ കേരളവും പറഞ്ഞത്. നമ്മൾ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ഞാൻ ഈ അതിദരിദ്രർക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ആ മാനദണ്ഡങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന് അച്ചീവ് ചെയ്ത ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ടോ? ഉണ്ടാവില്ല. അതിദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കി എന്നതിന് സർക്കാർ വ്യക്തമായ മറുപടി പറയുന്നില്ല എന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു. എന്തെല്ലാം മാനദണ്ഡങ്ങളായിരുന്നു സർക്കാർ ഇതിനുപയോഗിച്ചത്? എവിടെയെങ്കിലും സർവേ നടത്തിയിരുന്നോ? ആസൂത്രണ ബോർഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നിവർ ഈ സർവേയിൽ പങ്കാളികളായിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇത് പഠനം നടത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ഉണ്ടായി. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥികളെ വെച്ച ഒരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടാക്കി. ഇത് ഡാറ്റ ഉണ്ടാക്കിയത് കൊണ്ടും ഇതിൻ്റെ ഞങ്ങളൊരു സോഷ്യൽ വർക്ക് ചെയ്തത് കൊണ്ടും കേരളത്തിന് ഞങ്ങൾ സമ്മാനിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ നിന്ന് ഗവൺമെൻറ് പാഠം പഠിക്കണം. ഈ ഡാറ്റ വെച്ച് ഗവൺമെൻറ് പഠിക്കണം. എന്നിട്ട് അതിദരിദ്രരില്ലാത്ത കേരളമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലേക്ക് കാൽവെക്കണം. ആ പരിശ്രമത്തിലേക്ക് കാൽവെക്കണമെങ്കിൽ അതിദരിദ്രർക്ക് വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച വീടിൻ്റെ പൈസ എടുത്ത് ഇവൻറ്റിൻ്റെ മാമാങ്കം നടത്തല്ല വേണ്ടത്. അത് അവർക്ക് എത്തിക്കാൻ, അർഹരായ മനുഷ്യർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കണം. കുന്നുമ്മൽ സദ്ഗ്രാമത്തിലെ വീട്ടമ്മമാരെ ഒപ്പം നിർത്തിയായിരുന്നു MLAയുടെ വാർത്താ സമ്മേളനം. ഇവരുടെ എല്ലാം വീട് നിർമ്മാണം ഫണ്ടിന്റെ കുറവിനാൽ വർഷങ്ങളായി പൂർത്തിയായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ MLAയുടെ കൂടെ നിന്നവർക്കെല്ലാം സർക്കാർ വീട് നൽകിയതാണെന്നും വീട് പണി പൂർത്തിയാകാത്തതുകൊണ്ടാണ് ഇവർ താൽക്കാലിക സ്ഥലത്ത് താമസിക്കുന്നതെന്നുമാണ് LDFന്റെ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ന്യൂസ് 18 മലപ്പുറം.
നോക്കാം സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 16,175 രൂപ, പവന് 89,400 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,225 പവന് 73,800 രൂപയും. വെള്ളി ഗ്രാമിന് 161 രൂപ, കിലോയ്ക്ക് 1,61,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.